ഹായ് ഹലോ, ഒരു കുട്ടി വ്ലോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം. ടാൻ ടാൻ. അതെ, നോമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ പോണ്ടേ, പോരുവോ? പിന്നെ എന്നെ ദൈവം വല്ലാണ്ട് പരീക്ഷിക്കുന്നില്ലേ, ഏത് തലവേദന തന്നിട്ട്. അപ്പൊ തലവേദനക്ക് കാണിക്കേണ്ട ഡേറ്റ് ആയോ എന്നുള്ളത് ഓർമ്മയുണ്ടോ? എന്നാ എന്നിട്ട് എന്തേ പറയാന്? എപ്പോ എന്നെ ഗൈസ് ഡോക്ടറെ കാണിക്കേണ്ട ഡേറ്റ് പോലും ഓർത്ത് ഇരിക്കുന്നില്ല. എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? ഞാൻ വിചാരിച്ച എന്നോട് ഓർമ്മ ഉണ്ടാവൂല എന്ന്. ഇവിടെ നോക്കടാ പല്ല് തേച്ചില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഡോക്ടർ കാണിക്കാൻ പോണ്ടേ? ബുക്ക് ചെയ്തിക്കോ? അതപ്പോ അതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. എടേ, ഡോക്ടറെ അടുത്ത് പോരേണ്ടത് ഞാനല്ലേ. എന്നോട് പറയാണ്ട് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? എനിക്കിന്ന് കൂടൂല. എന്താക്കി കഴിഞ്ഞു പിന്നെ ആര് കൊണ്ടുപോകും? അതും ശരിയാണ്. അതായത് ദൈവം എന്നെ ഭയങ്കരമായിട്ട് പരീക്ഷിക്കുന്നുണ്ട് എന്ന് എൻ്റെ എനിമി പറഞ്ഞതാണ്. എന്തിനെന്നറിയോ? എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു അസുഖം ഉള്ളത് കൊണ്ട്. എന്തുവാടെ കയ്യിൽ പോയി. അപ്പോൾ മൈഗ്രെയിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ടോ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഓർമ്മ ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഓർമ്മ ഉണ്ടല്ലേ. അപ്പോൾ ഡോക്ടറെ അടുത്തൊന്ന് പോകണം. നോമ്പൊക്കെയാണ് വരുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. ഇവിടെ ഞാൻ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും നോമ്പ് നൽകുന്ന ആൾക്കാരുണ്ട്. ഇനി നോമ്പ് എടുക്കുവോ? അതെന്താ നോച്ചട്ടേന്നെ? അല്ലല്ലല്ലോ, KSRTC-ലായിട്ടല്ലേ നോമ്പെടുക്കാൻ മടി. അല്ലാതെ വേറെ ഒന്നുകൊണ്ടും അല്ലല്ലേ. ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ വിടുന്നൊരു സാധനം വലിക്കാൻ പറ്റാഞ്ഞിട്ടല്ലല്ലേ. അത് കേട്ടാ ചിലർ വിചാരിക്കും കഞ്ചുവാണ്. കഞ്ചാവൊന്നല്ല കേട്ടോ ഗൈസ്, അഡിക്റ്റാണ് സിഗരറ്റിന്. ഇതാണ് ഇങ്ങനെ ഞാൻ സിഗരറ്റ് വലിക്കുന്നു പറയുന്നത് കുഴപ്പമില്ലല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവൻ മാത്രല്ല കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാവരും വലിക്കുന്ന ഒരു സംഭവമല്ലേ. അതിലിപ്പോൾ വലിയ ഇതൊന്നും ഇല്ലല്ലോ അല്ലേ. അച്ഛനത് കേൾക്കണം, ഇഞ്ഞ ഓടിച്ചിട്ട് തല്ലും. പിന്നെ ഞാൻ വലിച്ചോന്ന് പറഞ്ഞിട്ട് ദിവസം 2 പാക്കറ്റ് വെച്ച് വാങ്ങിക്കൊടുക്കും. ഞാൻ 2 പാക്കറ്റ് ഒന്നല്ല കേട്ടോ. ഇത് ഇവൻ്റെ അച്ഛൻ കാണുമെന്ന് വിചാരിച്ചിട്ട് എനിക്കിട്ട് ട്രൗസർ അടിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം എന്നാലും ഞാൻ പോകാൻ റെഡി ആവട്ടെ. ഇവിടെ നോക്ക് എനക്കെന്താ ഇതിൽ നോക്കാൻ ഒരു മടി? എന്ത് പണി ഇപ്പളാ പറയുന്നത്? വിചാരിച്ച കാര്യമില്ലല്ലോ, പറയണല്ലോ. പക്ഷെ സത്യമായിട്ട് ഞാൻ വിചാരിച്ചു അവനോട് മറന്നുപോയി എന്നുള്ളത് കേട്ടോ. അപ്പം മറന്നൊന്നും പോയിട്ടില്ല. അപ്പോൾ നോമ്പുമാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ചാളാ. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന. എനിക്ക് ഇവിടെ ലക്കിയിലൊക്കെ പോകണം കേട്ടോ. ലക്കിയിലും മഹാലക്ഷ്മിയിലും. ലക്കിയിൽ ഇപ്രാവശ്യം നാസർക്കാ തരാമെന്ന് എനിക്ക് നോമ്പ് തുറക്കാനുള്ളത്. അല്ല പിന്നെ എനിക്ക് ഫ്രെയിമും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഏതായാലും 500 രൂപയും പെട്രോളും മുടക്കിയിട്ട് പോകുന്നതാണ്. അങ്ങനെ ഞാൻ റെഡിയായി. ഒരു കാര്യമുണ്ട്, അതെ സോറി, இந்த പക്കം ഇരിക്കട്ടെ. ഹായ്, ആ സാധനം ഒന്ന് ഇട്ട് തരുമോ? കലന്ന് താത്തി വെക്കുമോ ഗൈസ്? ഇത് ഇന്നലെ അങ്ങനല്ല, തല തിരിച്ച് മറ്റേ സൈഡിലേക്ക്. എന്തോ മറ്റേ പേടിച്ച് കാണിടുന്നതിൻ്റെ അതിലിടുന്ന് ക്ലിപ്പിട്. അങ്ങനെ ഞാൻ റെഡിയായി പോണ്ടേ? അല്ലെ സിനിമ കണ്ടുകൊണ്ടിരിക്കേ? ഓക്കെ, ഞങ്ങൾ ഇന്ന് പോവാൻ നോക്കട്ടെ. ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഞാനും കറുപ്പ്, ഓനും കറുപ്പ്, ഓനും കറുപ്പ്, ഞാനും കറുപ്പ്. പിന്നെ അതേ കണ്ട ഗൈസ്. പിന്നെ വർഷം തുടങ്ങിയിട്ട്
2 മാസം കഴിഞ്ഞു കൈയാണെന്ന്. പക്ഷെ ഞാൻ എന്നെ കാണിക്കുന്ന ഡോക്ടർക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ച ഡയറി ആയിരുന്നു. മാർച്ച് തൊട്ട് ചെയ്യാൻ മതി. അപ്പോൾ എനിക്കത് കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂരിന് വരുന്ന സമയത്തായിരുന്നു ഡോക്ടർ കാണിക്കാൻ കയറിയത്. അപ്പം ഇത് മറന്നുപോയി. അപ്പം ഇപ്രാവശ്യം മാർച്ച് തൊട്ടിട്ട് നാളെ 1-ാം തീയതി തൊട്ടിട്ട് 30 ഡയറി എഴുതിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡയറി എടുത്തോ ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ആരോടോ കോമ്പിയത്. അത് അടിച്ചാതി പോക്ക് പോകുന്നത്. ഇവനെ കൊണ്ട് പോയാലുള്ള ഇടുങ്ങേറ് ഇതാണ്. ആരോടെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഓവർടേക്ക് ചെയ്ത് അന്നപ്പോഴേക്കും ഗുരു കൊട്ടു. ഒരു വലിയ മൂലക്കുരു തന്നെ, ചെറിയ കുരു ഒന്നുമല്ല. ആ മൂലക്കുരു പൊട്ടിയിട്ടായി ഓന് അന്ത്യം. അപ്പൊ അങ്ങനെയാണ്. ഒട്ടൂല, സൂചിട്ട് ഞാൻ കുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ആരോടോ കൊമ്പി അടിച്ചിട്ടാണ് ഈ കണ്ട മരണപ്പാച്ചിൽ പറയുന്നത്. വേക്കുന്ന ഏതോ ഒരു മോയന്ത പീന്ന് ചെല്ലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ബാക്കി ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്നാ പറഞ്ഞു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ. ഡോക്ടറെ അടുത്തേക്ക് ഫോണും കൊണ്ട് പോകാൻ പറ്റൂല, കാരണം ഡോക്ടർ എന്നോട് ഇവനെ വിളിച്ചിട്ട് ഇവരോട് സംസാരിച്ചിട്ട് ഇവനോട് ഫോണ് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റേ കുഞ്ഞ് ടോർച്ച് പോലത്തെ മൊബൈലില്ലേ, വിളിച്ചാ കിട്ടാൻ വേണ്ടിട്ട് അത് വാങ്ങി വെച്ച. അപ്പൊ മൊബൈലും കൊണ്ട് ഞാൻ ഡോക്ടർ റൂമിലേക്ക് കയറലില്ല. അപ്പോൾക്ക് എന്നെ ദേഷ്യം പിടിക്കും. കാരണം ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് ഉണ്ടായിരുന്നല്ലോ, അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുമ്മല് മൈഗ്രെയിൻ മാറാണ്ടെന്ന ടെൻഷനും ആങ്സൈറ്റിങ്ങോ ഒക്കെ അതൊക്കെ ഉണ്ടോ എനിക്ക്. അതുകൊണ്ട് എന്നിട്ട് ഡോക്ടർ റൂമിലേക്ക് നമുക്ക് ഫോൺ അലോഡ് അല്ല. അതുകൊണ്ട് ഡോക്ടർ പാവൊരു ഡോക്ടറാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്വഭാവമുള്ള ഡോക്ടറാ. പാവ അതായിട്ടാട്ടോ എന്നെ സഹിക്കുന്നത്. എല്ലാം കേട്ടിരിക്കും പാവൊരു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറയാട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഇല്ലായിരുന്നു കേട്ടോ സത്യം പറയാച്ചാല്. അപ്പം ഓൺലൈനിൽ അവർ കാണിക്കാനുള്ള ഗൂഗിൾ മീറ്റിൽ കാണിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നു. പിന്നെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം പറയട്ടെ. എനിക്ക് 9 ഗുളിക ഒരു ദിവസം കുടിക്കാനുണ്ടായിരുന്നു. 9 എണ്ണം വെറും 2 എണ്ണമായി മാറി. വെറും 2 എണ്ണം. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ആരോടാന്നറിയോ? ആരോടാ അല്ല, എൻ്റെ എനിമിനിയോട്. ഒരു ആളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ആളെക്കുറിച്ച് ഞാൻ പറയില്ല എന്ന് ഉറപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ ആള് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ദൈവം എന്നെ വല്ലാതങ്ങ് പരീക്ഷിക്കുകയാണ്, എനിക്ക് കണക്കിന് തരുന്നുണ്ട്. കാരണം ഞാൻ 9 ഗുളിക, ഈ പറഞ്ഞത് പോണം 9 ഗുളിക എന്നല്ല, മൈഗ്രെയിന് പോയിട്ട് 1.5 എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാനിതൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് കണക്കിന് തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് വെറും 2 ഗുളിക, 9 ഗുളിക ഉള്ളത് വെറും 2 എണ്ണമായി മാറി. നമുക്കൊരാളോട് വാശിയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ നമ്മൾ അസുഖത്തു നിന്ന് വരെ കരകയറി പോരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വെറും 2 എണ്ണം ആയി മാറി എന്നുള്ളത്. അപ്പം ബാക്കി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ പോവാണ്. ഞാൻ പാതി വഴി ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ ബാക്കി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് 2 സ്ഥലത്തേക്ക് എനിക്ക് വേറൊരു സാധനം എടുക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ഷോപ്പിൽ ഇറങ്ങാന്ന്. ഇവന് പോയി സാധനമൊക്കെ എടുക്കാമെന്നും വിചാരിച്ചു. അപ്പം അങ്ങനെയാണ്. ചോറുന്നുണ്ടായിഞ്ഞോ? അപ്പോൾ ഞാൻ സാധനം മേടിക്കട്ടെ, ഓനും സാധനം മേടിക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ എനിക്കൊരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കസവ് കേന്ദ്രയിൽ ജസ്റ്റ് കയറുകയാണ്. അപ്പോൾ ഫോണ് കൊണ്ടുപോവാണ് ഗൈസ്. എനിക്ക് വേറെ സ്ഥലത്ത് പോകണ്ട ഗൈസ്. ആ കസവ് കേന്ദ്രം കാണിച്ചു കൊടുത്തത് കസവ് കേന്ദ്രയിലേക്ക്
കയറുകയാണ് ഗൈസ്. നല്ല ചുരിദാർ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അതല്ല ഗായ്സ്, ഞാൻ നമ്മുടെ എന്താ പറയാ ഫ്രെയിം എടുക്കാൻ വേണ്ടി പോകട്ടോ. അവള് മറ്റേ കസുവേന്ദ്രനിൽ ഇറക്കിയിട്ട്, കാരണം ഒന്നാമത് എനിക്ക് ഇന്നും നാളെയൊക്കെ നാട്ടിൽ ഉത്സവമാണ്. പിന്നെ എന്തായാലും അവിടേക്ക് പോകണം. അതുകൊണ്ട് ഞാനിതാ കല്യാൺ സിൽക്സ് കണ്ടു ഗൈസ്. അല്ല ജയലക്ഷ്മിൻ്റെ അടുത്ത് നമ്മൾ റൈറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രെയിം എടുക്കണം. പോയിട്ട് ഫ്രെയിം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഗ്ലാസ്സില്ലേ അക്കറിലേക്ക് ആ ഗ്ലാസ്സും എടുക്കാണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും. അമ്മേ ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂട്. പുറത്ത് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഏകദേശം നമ്മുടെ ഫ്രെയിം എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഒരു എത്തിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ആരും വിചാരിക്കേണ്ട വണ്ടി ഓടിച്ചുകൊണ്ട് ഫോണിൽ കളിക്കുന്നത്. ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡാണ്, വൺ വേ ആണ്. നമ്മൾ മാത്രമേ ആ റൂട്ടിൽ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളെ സ്റ്റാർ പിക്ചേഴ്സ് ആൻഡ് ഫ്രെയിം. ഓക്കെ, ഒരു മിനിറ്റ് ബാക്കി ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. നമ്മൾക്ക് വണ്ടി എടുത്ത് വെക്കണം. വേണ്ട മാഡം, കുഴപ്പമില്ല. ഗൈസ് ഒന്ന് ഇതാണ് ഇത് വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. 1 സെക്കൻഡ്. ഹലോ, ഞാൻ മഹാലക്ഷ്മി അല്ല അതിൽ എവിടെ ജയലക്ഷ്മീൻ്റെ അടുത്ത് ലക്കീലല്ല സ്റ്റാർ ലക്കി മാറി. ഇത് കെട്ടണ്ടല്ലോ അല്ലേ? ഓ വരാം. അത് കെട്ടണ്ട, അത് കുഴപ്പമില്ല. ആ ഫോണ് സോറി ഗൈസ്, നമുക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് കയറ്റണം. അത് കൂടി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മളെ മഹാലക്ഷ്മി അവരടിച്ചത് മാറിപ്പോയതാ. അപ്പം ഇതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പകുതി പരിപാടി ആട്ട് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ബൈ ബൈ ഗൈസ്. അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പം അക്രലിക് ഷീറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ അക്രലിക് ഷീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്ക് അക്രലിക് വാങ്ങുമ്പോൾ അവിടെ നിന്ന് കാണാം കേട്ടോ. ബായ്. ചുരിദാർ നോക്കാൻ കയറി ഗൈസ്. പക്ഷെങ്കിൽ ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാഫിനോട് എനിക്ക് വലിയ താല്പര്യക്കുറവുണ്ട്. ഞാനത് എടുക്കാതെ പോന്നു. ഇനി വേറെ എവിടെയെങ്കിലും നോക്കണം. അറിഞ്ഞേട്ടോ. അപ്പോഴേക്കും ഇവന് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവനെ കാത്തുനിന്നപ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ച്. നീ എന്താ കഴിച്ചു? ഓന് അവിടുന്ന് വെള്ളം കുടിച്ച്. ഞങ്ങൾ ഇന്ന് 2 വൈക്കുന്നാണ് വെള്ളം കുടിച്ച്. ഞങ്ങൾ അംബികയെ കയറിയിട്ട് ചോറൊക്കെ കഴിക്കണം എന്ന് പ്ലാൻ ചെയ്തായി. ആ പാടെത്തിയപ്പം 2 പേർക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകാനും മടിയാവുക. അപ്പം ഞാൻ വെള്ളം കുടിച്ച് ഓനും കുടിച്ചെന്നാണ്. ഇനിയൊന്നും വേണ്ടെന്നാണ്. അപ്പം അങ്ങനെയാണ്. ഇനി മോളുടെ സ്കൂളിലൊന്ന് കയറണം. പൈസ കിട്ടാനുണ്ട് ഗൈസ്. അത് വലിയ കഥയാ. ഇവിടെ ഒന്ന് ചെറുതാക്കി പറഞ്ഞുതരാം. പിന്നെ എന്താ സ്കൂളിൽ യൂണിഫോമിന്റെ പൈസ വിതരണം ചെയ്യാണ്. എത്ര പൈസ ഉണ്ടെന്നറിയോ? 600 റുപ്യ ഉണ്ട്. 600 റുപ്യക്ക് വില ഇല്ലാഞ്ഞിട്ടല്ല. ഒക്കെ യൂണിഫോം 2000 റുപ്യ എല്ലാം കൂടി വാങ്ങിയിട്ട് എനിക്കായത്. എന്നിട്ട് ഓല 600 റുപ്യ തരിക. അതിലെന്ത് ഇതാണ് ഉള്ളതെന്നുള്ളത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആരോട് പോയി ചോദിക്കാനാ നമ്മള്?
എന്നാലും പകുതി പോലും ആവൂല. അങ്ങനെയാണെങ്കിൽ 1000 ഉറുപ്പ്യ തരണം. യൂണിഫോമിന്റെ സ്റ്റിച്ചിങ് ചാർജും എല്ലാം കൂടി നോക്കുക വെച്ചാല് നല്ലൊരു പൈസ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മേടിക്കണം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ പോകണം, വെറുതെ കുത്തിരിക്കണം. ദാറ്റ്സ് ഓൾ. അപ്പം എങ്ങനെയാണ് ഇനി സ്കൂളിലേക്ക്. ATM അടുത്ത് ലത് പോയ ലതിന്റെ മാതിരി നിൽക്കുന്നത് കണ്ടോ? കുളിക്കലില്ലാന്ന് തോന്നുന്നു. അടപ്പട്ടെല്ലാം ചൊറിയുന്നു. അടാരമുണ്ട്. ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാൻ ഒഴിവില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. ഓ, ചായ കുടിച്ചില്ലാന്ന് തോന്നുന്നു. പൈസ ഉണ്ടെന്നോ കണ്ടോ ഗൈസ്? ഒരമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ എടുത്ത പൈസയാ. എനക്കെന്തിനാടി ഇത്രയും പൈസ ഉത്സവത്തിന് പോകാന്? നല്ല പുതിയ നോട്ടില്ലേ? നല്ല പുതിയ നോട്ടാണ് ഗൈസ്. എത്രയുണ്ട്? 30. അങ്ങനെ തിരിച്ചു വീട്ടിലെത്തി. എത്തിയ പാട് ശ്വാസം വിടാൻ നേരം ഉണ്ടോ? ഈ 100 കൂട്ടം പണി എന്തേത്തൊക്കെ 99 ആക്കാൻ പറ്റുമോ? ഓന് പിരിവുണ്ട് ഗൈസ്. എല്ലാരും ഒന്ന് മറ്റേ പിരിവ് ഗൂഗിൾ പേ 20 അയച്ചു തന്നാല് നമ്പർ പറഞ്ഞോട്. അഥവാ കിട്ടിയാലാ വന്നിട്ട് മോളെ ഇവിടുത്തെ ലൈറ്റ് ഇട്. ഓ, എമ്മാതിരി സ്പീഡില്ല. രാവിലെ എൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ്. അതിനെന്തോ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ പെടാപ്പാട് പെട്ട് പോകുന്നത്. പറഞ്ഞാൽ കേൾക്കൂല. ഈ മറ്റേ റേസിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ, അതേമാതിരിയാണ് വണ്ടി ഓടിക്കുക. അങ്ങനത്തെ ഒരു ബൈക്ക് കേട്ടോ. അത് പറഞ്ഞാൽ കേൾക്കൂല. അജാതി സ്പീഡിലാണ്. എന്നെ അറിയുന്ന കുറേ കമ്പനിക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്നെ അറിയുന്ന പോലെ ഒന്നുമില്ല. അവൻ്റെ അമ്മനെയും ഒരുവിധം എല്ലാവരും അറിയും. അപ്പം അമ്മനോടും എന്നോടൊക്കെ പറയുന്നൊരു കാര്യം, അവനോടൊന്ന് പറയണേ ഒന്ന് പതിയെ പോവാനെന്ന്. പറഞ്ഞാൽ കേൾക്കൂല. ഓനോ ഓൻ്റേതായിട്ടുള്ളൊരു, അത് കാറാണെങ്കിലും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാതിരി ആരെങ്കിലും ഒരാൾ ഓൻ ഓവർടേക്ക് ചെയ്താൽ മതി, അപ്പേക്കോന് ദേഷ്യം വാശിയും പിടിക്കും. അപ്പം അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനാണ്. ഈ മൂക്കത്താ ശുണ്ടി എന്ന് പറയലില്ലേ, അതാണ് സംഭവം. അപ്പം ഇന്നത്തെ ഒരു ഡേ എങ്ങനെയായിരുന്നു? എല്ലാം കൂടി ഇതേ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.